ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഗതികോർജം. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഗതികോർജം. താപത്തിൻ്റെ യൂണിറ്റ് എന്ത്? താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഡെസിബൽ മീറ്റർ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഡെസിബൽ മീറ്റർ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചി. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീഥൈൽ മെർക്യുറി. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീഥൈൽ മെർക്യുറി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫൈക്കോളജി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫൈക്കോളജി. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണിത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണിത്? തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണിത്? തെന്മല. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം 2016. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം 2016. മേയാനാമത്തിന് ഉദാഹരണം വെള്ളം. മേയാനാമത്തിന് ഉദാഹരണം വെള്ളം. പ്രിയ ജനവിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം. പ്രിയജനങ്ങളുടെ വിരഹം. പ്രിയജനവിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം പ്രിയജനങ്ങളുടെ വിരഹം. M.T. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രം. M.T. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം. ഉത്തരം ഭീമൻ. M.T. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഭീമൻ. 2015 വയലാർ അവാർഡ് നേടിയ കൃതി. മനുഷ്യന് ഒരു ആമുഖം. 2015 വയലാർ അവാർഡ് നേടിയ കൃതി. മനുഷ്യന് ഒരു ആമുഖം. 2015 വയലാർ അവാർഡ് നേടിയ കൃതി. മനുഷ്യന് ഒരു ആമുഖം. ശരിയായ വിവർത്തനം എഴുതുക. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ശരിയായ വിവർത്തനം എഴുതുക. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ഉത്തരം കുരക്കും പട്ടി കടിക്കില്ല. ശരിയായ വിവർത്തനം എഴുതുക. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. കുരക്കും പട്ടി കടിക്കില്ല. As you sow, so shall you reap. As you sow, so shall you reap. ഉത്തരം വിതച്ചതേ കൊയ്യൂ. As you sow, so shall you reap. വിതച്ചതേ കൊയ്യൂ. ഒരു നെറ്റ്വർക്കിൽ റൂട്ടറിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ. ഒരു നെറ്റ്വർക്കിൽ റൂട്ടറിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ. ബാഷർ അൽ അസദ് ഏതു രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു? ഉത്തരം സിറിയ. ബാഷർ അൽ അസദ് ഏതു രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു? ഉത്തരം സിറിയ. M.T. വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം
MT വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം 1995. MT വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം 1995. ട്രാജൻ 155 ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ട്രാജൻ 155 ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. ട്രാജൻ 155 ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഗതികോർജം. താപത്തിൻ്റെ യൂണിറ്റ് എന്ത്? ജൂൾ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഡെസിബൽ മീറ്റർ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബാക്കലൈറ്റ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? റിക്കറ്റ്സ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചി. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? 1961. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീഥൈൽ മെർക്കുറി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫൈക്കോളജി. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി? വീണ ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണിത്? തെന്മല. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം? 2016. മേയാനാമത്തിന് ഉദാഹരണം? വെള്ളം. പ്രിയ ജനവിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം? പ്രിയ ജനങ്ങളുടെ വിരഹം. MT വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം? ഭീമൻ. 2015 വയലാർ അവാർഡ് നേടിയ കൃതി? മനുഷ്യന് ഒരു ആമുഖം. ശരിയായ വിവർത്തനം എഴുതുക. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. കുരക്കും പട്ടി കടിക്കില്ല. As you sow, so shall you reap. വിതച്ചതേ കൊയ്യൂ. ഒരു നെറ്റ്വർക്കിൽ റൂട്ടറിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ. ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു? സിറിയ. MT വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം? 1995. ട്രാജൻ 155 ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.